ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 23-ാമത്തെ ആയത്ത്. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചതിനെപ്പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അതേപോലെയുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹു ഒഴിച്ചുള്ള നിങ്ങളുടെ സാക്ഷികളെയെല്ലാം വിളിക്കുകയും ചെയ്യുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ആ രണ്ട് സ്ഥലത്ത് എന്ന് പറഞ്ഞ രണ്ട് സ്ഥലത്തും ഒരേ നിയമമാണ്. ഇഖ്ഫ ആണ്, ആ നൂനിനെ മറച്ച് മണിച്ച് ഓതുക. ഫീ റൈബിൻ റൈബിൻ എന്നത് റൈബിൻ അങ്ങനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്താണ് ഓതേണ്ടത്. മിമ്മ അവിടെ മീമിന് ഷദ്ദ് വന്നിട്ടുണ്ട്, അവിടെയും ഉന്നത്ത് ചെയ്ത് മണിച്ചു കൊണ്ട് ഓതുക. ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി അവിടെ രണ്ട് ഇദ്ഗാമുകൾ കൂട്ടി ലയിപ്പിക്കേണ്ട സ്ഥലങ്ങൾ വന്നു. സൂറത്തിൻ മി അതുപോലെ തന്നെ മിൻ മിസ്ലി, ഈ രണ്ട് ഭാഗത്തും ബിസൂറത്തിൻ മിൻ മിസ്ലി എന്ന് കൂട്ടി ലയിപ്പിച്ച് മണിച്ചു കൊണ്ടോതുക. ശുഹദാഅക്കും അവിടെ നിർബന്ധമായിട്ടും 4 or 5 ഹർക്കത്തിൻ്റെ അളവിൽ നമ്മൾ നീട്ടുക. ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, ശുഹദാഅക്കും ഒരു മീമിനെ മറ്റൊരു മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് മണിക്കുന്നുണ്ട്. അതുപോലെ മിൻ ദൂനില്ലാഹ്, ആ നൂനിനെ മിൻ എന്നുള്ളതിനെ മി എന്നാക്കി മറച്ച് മണിച്ച് ഇഖ്ഫ ചെയ്ത് ഓതുന്നു. ഇതുപോലെ തന്നെ 2 ഇഖ്ഫ കൂടെയാണ് ഇനിയുള്ളത്. ഇൻ കുൻതും സാദിഖീൻ, അവിടെയും ഇഖ്ഫ തന്നെ നൂനിനെ ഇൻ കുൻ എന്നതിനെ ഇൻ കുൻതും എന്നാക്കി മറച്ച് മണിച്ച് കൊണ്ടാണ് ഓതുന്നത്. ഇതുവരെയുള്ള ഖുർആൻ വചനങ്ങളിലെ പ്രതിപാദ്യങ്ങളിൽ അള്ളാഹു 3-ാം വ്യക്തിയോ 2-ാം വ്യക്തിയോ ആയിരുന്നു. നീയോ അവനോ ആയാണ് അള്ളാഹുവെക്കുറിച്ച് വചനങ്ങളിൽ പറഞ്ഞിരുന്നത്. ആദ്യമായി ഈ വചനത്തിലാണ് അള്ളാഹു 1-ാം വ്യക്തിയായി കടന്നു വരുന്നത്. അള്ളാഹു തന്നെ നേരിട്ട് നിഷേധികളോട് സംസാരിക്കുന്ന രീതിയാണ് ഈ വചനങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇൽത്തിഫാത്ത് എന്ന് വിളിക്കുന്ന ഇത്തരത്തിലുള്ള വ്യക്തിത്വ മാറ്റം ഖുർആനിന് ചാരുത നൽകുന്ന സവിശേഷതകളിലൊന്നാണ്. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചതിനെപ്പറ്റി മിമ്മാ നസ്സൽന അല അബ്ദിന എന്നിങ്ങനെ 2 തവണ തുടർച്ചയായി അള്ളാഹു സ്വന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2ഇടത്തും ക്രിയകളുടെ അവസാനത്തിൽ നാം എന്ന അർത്ഥത്തിൽ ന എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നാം എന്നോ ഞങ്ങളെന്നോ ഉള്ള അർത്ഥത്തിലാണ് ക്രിയകളുടെ അവസാനത്തിൽ ന എന്നോ നാമമായി നഹ്നു എന്നോ പ്രയോഗിക്കാറുള്ളത്. ഏകനായ അള്ളാഹു സ്വന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ബഹുവചനം ഉപയോഗിക്കുന്നത് അവൻ്റെ ഔന്നത്യത്തെയും മഹത്വത്തെയും ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന വചനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ബഹുമാനാർത്ഥം ബഹുവചനം ഉപയോഗിക്കുന്ന രീതി ഒരുവിധം എല്ലാ ഭാഷകളിലുമുണ്ട്. രാജകൽപ്പനകൾ തുടങ്ങാറുള്ളത് നാം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മലയാളത്തിൽ ബഹുമാനിച്ചുകൊണ്ട് മറ്റുള്ളവരെ അവറുകൾ എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പൂജക ബഹുവചനങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പൂർവ്വവേദങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നിരന്തരമായി കാണാൻ കഴിയുന്നതാണ് എലോഹിം എന്ന് ദൈവത്തെ വിളിക്കുന്ന രീതി. എലോഹ് എന്നാൽ ഹിബ്രുവിൽ ആരാധ്യൻ എന്നാണ് അർത്ഥം. അവസാനം ഇം ചേർത്താൽ ദൈവങ്ങൾ എന്നാണ് പരിഭാഷപ്പെടുത്തേണ്ടത്. എന്നാൽ
ഇത് പൂജക ബഹുവചനം മാത്രമാണെന്ന് ബൈബിൾ അവഗാഠമായി പഠിച്ചാൽ ബോധ്യമാകും. ഫറോവയുടെ അടുത്തേക്ക് പോകുന്ന ദൈവത്തിൻ്റെ വ്യക്തി എന്ന അർത്ഥത്തിൽ മോശയെക്കുറിച്ച് പോലും എലോഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 4 അധ്യായം 16 വാക്യം, 7 അധ്യായം 1 വാക്യം. രാജാക്കന്മാരെ വിളിക്കാൻ പൂജക ബഹുവചനം ഉപയോഗിച്ചതും ബൈബിളിൽ കാണാം. 1 രാജാക്കന്മാർ 1 അധ്യായം 43 വാചകം. ദൈവത്തെക്കുറിച്ച് ഇത്തരം പൂജക ബഹുവചനങ്ങൾ ദ്യോതിപ്പിക്കുന്നത് ഏകദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ട് എന്നാണെന്നും ഖുർആൻ പോലും അത് അംഗീകരിക്കുന്നുണ്ടെന്നുമുള്ള മിഷണറി വാദം സെമിറ്റിക് ഭാഷകളെക്കുറിച്ചറിയാവുന്ന ബൈബിൾ പണ്ഡിതർ തന്നെ തള്ളിക്കളഞ്ഞതാണ്. ബൈബിളിൻ്റെ ഭാഷാപ്രയോഗങ്ങൾ പഠിച്ചാൽ ആർക്കും അത്തരം വാദങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് ബോധ്യപ്പെടും. ഖുർആനിലൂടെ അള്ളാഹു നേർക്കുനേർ ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചതിനെപ്പറ്റി എന്നാണ്. മുഹമ്മദ് നബിയാണ് ഇവിടെ നമ്മുടെ ദാസൻ. അള്ളാഹു ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് തൻ്റെ ദാസനായാണ്. അന്തിമ പ്രവാചകനെ റസൂൽ, ദൂതനെന്നും നബി, പ്രവാചകൻ എന്നുമെല്ലാം ഖുർആൻ വിളിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഔന്നത്യം പ്രകടമാക്കുന്ന പല രംഗങ്ങളിലും ഖുർആൻ വിളിച്ചത് അബ്ദ് എന്നാണ്. ഇസ്രാ ഉദാഹരണം. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള നിശാപ്രയാണത്തെയും അതിനുശേഷം ആകാശ ലോകങ്ങളിലേക്കുള്ള മെഹറാജിനെയും കുറിച്ച് പരാമർശിച്ചപ്പോൾ തൻ്റെ ദാസനെ നിശായാത്ര ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധൻ, 17 അധ്യായത്തിലെ 1 സൂക്തം എന്നാണ് ഖുർആൻ പറയുന്നത്. റസൂലും നബിയുമെല്ലാം അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം അവൻ നൽകുന്ന അനുഗ്രഹം. അള്ളാഹുവിൻ്റെ ദാസ്യം ഇച്ഛാപൂർവം തെരഞ്ഞെടുക്കാൻ ഏതൊരാൾക്കും കഴിയും. അങ്ങനെ തെരഞ്ഞെടുക്കുന്നവർക്ക് മാതൃകയാവുക എന്നതാണ് റസൂലിൻ്റെ ദൗത്യം. റസൂലും നബിയുമെല്ലാം ക്ലിപ്തമായ പദങ്ങളാണ്. അബ്ദ് അങ്ങനെയല്ല. നല്ല ദാസനും ചീത്ത ദാസനുമാകാനാവും. റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുള്ള അബ്ദും കൃതജ്ഞനാവുന്ന അബ്ദുമാകാനാവും. അന്തിമ പ്രവാചകനിൽ നാം കാണുക കൃതജ്ഞതയുടെ പൂർണ്ണതയാണ്, നന്ദി പ്രകടനത്തിൻ്റെ മൂർത്തഭാവം. നാഥന് നന്ദിയുള്ളവരായി അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള പൂർണ്ണമായ മാതൃക. മനുഷ്യരടക്കമുള്ള സൃഷ്ടികളെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളാണ്. വിശ്വാസി മാത്രമാണ് ആ ദാസ്യം അംഗീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് എന്ന് മാത്രമേയുള്ളൂ വ്യത്യാസം. അടിമ ഉടമ ബന്ധം 3 തലങ്ങളെ ഉൾക്കൊള്ളുന്നുവെന്ന് പറയാം. അടിമയും അടിമയ്ക്കുള്ളതുമെല്ലാം ഉടമയുടേതാണ്. അടിമ എങ്ങനെയാകണമെന്നും എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഉടമയാണ്. ഉടമയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ വ്യാപൃതനായിരിക്കും അടിമ. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ് മനുഷ്യരെല്ലാം. അള്ളാഹുവിനോടുള്ള തൻ്റെ അടിമത്തം അംഗീകരിക്കുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസിയുടെ സവിശേഷത. മറ്റുള്ളവർ അതിനെ നിഷേധിക്കുന്നുവെങ്കിലും സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കുവാനോ നാഥൻ്റെ നിശ്ചയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാനോ അവൻ്റെ നിർണയത്തെ ലംഘിക്കുവാനോ ആർക്കും കഴിയില്ല. അവിശ്വാസി നിർബന്ധിതമായി അനുധാവനം ചെയ്യേണ്ടി വരുന്നതാണ് ദാസ്യം. നിർബന്ധിതമായ ദാസ്യത്തോടൊപ്പം തനിക്ക് സ്വാതന്ത്ര്യമുള്ള മേഖലകളിൽ കൂടി വിശ്വാസി അനുസരണയോടെ അത് സ്വീകരിക്കുന്നുവെന്ന് മാത്രം. അവനെ സംബന്ധിച്ചിടത്തോളം നാഥനോടുള്ള ദാസ്യം മധുരതരമായ അനുഭവമാണ്. ബോധപൂർവം അത് അംഗീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവനാണവൻ. പടച്ചവനോടുള്ള ദാസ്യത്തിൻ്റെ പൂർണ്ണത എങ്ങനെ എന്നതിന് സ്വന്തം ജീവിതത്തെ മാതൃകയാക്കി കാണിച്ചവരാണ് പ്രവാചകന്മാർ. ദൈവദൂതന്മാരിൽ അന്തിമൻ ആ ദാസ്യത്തെ അവസാന നാളുവരെയുള്ളവർക്കെല്ലാമുള്ള മാതൃകയായി സമർപ്പിച്ചയാളാണ്. ദൈവദാസനെന്ന് വിളിക്കപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്.
മറിയമിൻ്റെ മകനെ ക്രൈസ്തവർ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിൻ്റെ ദാസൻ മാത്രമാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ ദാസനെന്നും അവൻ്റെ ദൂതനെന്നും എന്നെ വിളിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കർഷിച്ചതായി ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി നിവേദനം ചെയ്യുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അവതരിപ്പിച്ചത് ദൈവികമാണോ എന്ന് സംശയിക്കുന്നവരോടുള്ള വെല്ലുവിളിയാണ് ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഖുർആനിലേതിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാനാകുമോ എന്ന വെല്ലുവിളി. മക്കയിൽ നിന്ന് തുടങ്ങിയതാണ് ഖുർആനിൻ്റെ അദ്വിതീയതയും ദൈവികതയും അജയ്യതയും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഈ വെല്ലുവിളി. ഖുർആനിലേതുപോലെയുള്ള വൃത്താന്തം കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. 52-ാം അധ്യായത്തിലെ 33, 34 വചനങ്ങളിലൂടെ മുഴുവൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് ചേർന്ന് പരിശ്രമിച്ചാൽ പോലും ഖുർആനിന് തുല്യമായ ഒരു രചന നടത്താൻ കഴിയില്ലെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിക്കുകയും ചെയ്ത 17-ാം അധ്യായം 88-ാമത് സൂക്തം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി എഴുതിയുണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് വാദിക്കുന്നവരോട് അതിലേതുപോലെയുള്ള 10 അധ്യായങ്ങളെങ്കിലും കൊണ്ടുവരാനാകുമോ എന്നതായിരുന്നു പിന്നെയുള്ള വെല്ലുവിളി. 11-ാം അധ്യായം 13-ാം സൂക്തം. ഇവയെല്ലാം മക്കക്കാരോടായിരുന്നു. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെ ഖുർആൻ നിർമ്മിക്കുവാൻ കഴിയില്ലെന്നും അതിലെ ഒരു അധ്യായത്തിന് തുല്യമായ സൃഷ്ടി നടത്താൻ പോലും അല്ലാഹുവല്ലാതെയുള്ള മുഴുവൻ പേരും ഒരുമിച്ച് ചേർന്നാലും കഴിയില്ലെന്നും മക്കയിൽ വെച്ച് തന്നെ ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. 10-ാം അധ്യായം 37, 38 സൂക്തങ്ങൾ. അക്ഷരാഭ്യാസമില്ലാത്തവരെങ്കിലും സാഹിത്യത്തിലെ കുലപതികളായിരുന്നു മക്കക്കാർ. ഈ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ അവരിൽ പലരും പരിശ്രമിച്ച് പരാജയപ്പെട്ടു. അങ്ങനെ പരിശ്രമിച്ചവരിൽ ചിലർ ഖുർആനിൻ്റെ സ്തുതിപാഠകരായി തീർന്നു. ആർക്കും തന്നെ അതിന് തുല്യമായ യാതൊന്നും തന്നെ അവതരിപ്പിക്കാനായില്ല. മദീനയിലെത്തിയതിനു ശേഷവും ഖുർആൻ വെല്ലുവിളി തുടർന്നു. ഈ വചനങ്ങളിലുള്ളത് മദീനയിലെ വെല്ലുവിളിയാണ്. മക്കക്കാരെ പോലെ അക്ഷരമറിയാത്തവരെ മാത്രമല്ല ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്, വേദഗ്രന്ഥങ്ങളുടെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്നവരെ കൂടിയാണ്. അവർക്ക് അവരുടെ വേദങ്ങളിൽ നിന്ന് ലഭിച്ച അറിവുണ്ട്. അവരുടെ സഹായികളായ മക്കക്കാർക്ക് സാഹിത്യത്തിൽ ഉന്നതമായ നൈപുണ്യമുണ്ട്. രണ്ടു കൂട്ടരും ഒന്നിച്ചു ചേർന്ന് വേണമെങ്കിൽ ഒന്ന് പരിശ്രമിച്ചു നോക്കാം. ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായത്തെ വെല്ലുന്ന ഒരു അധ്യായം രചിച്ച് മുഹമ്മദ് നബിയുടേതാണ് ഖുർആൻ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാം. പരിശ്രമങ്ങളുണ്ടായി, പക്ഷേ എല്ലാം പാഴ്ശ്രമങ്ങളാവുകയാണ് ചെയ്തത്. ഖുർആനിലേതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക എന്നാണ് വെല്ലുവിളി. ഖുർആനിലെ അധ്യായത്തെ വിളിക്കുക സൂറത്ത് എന്നാണ്. സുവർ എന്നാണ് അതിൻ്റെ ബഹുവചനം. ഉന്നതി, വളച്ചുകെട്ട്, നഗരത്തിന് ചുറ്റുമുള്ള മതിൽ എന്നീ അർത്ഥങ്ങളിലാണ് സാധാരണയായി സൂറത്ത് എന്ന് പ്രയോഗിക്കുക. ഖുർആനിന് മുമ്പോ ശേഷമോ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ അധ്യായങ്ങളെ സൂറത്തുകൾ എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കുന്ന സമ്പ്രദായം അറബികൾക്കിടയിലില്ല. സാധാരണ ഗ്രന്ഥങ്ങളിലെ അധ്യായങ്ങളെപ്പോലെയല്ല ഖുർആനിലെ സൂറത്തുകൾ. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തക ഭാഗത്തെയാണ് സാധാരണയായി അധ്യായം എന്ന് പറയുക. ഖുർആനിലെ സൂറത്ത് ഇങ്ങനെയുള്ള അധ്യായമേ അല്ല. ചില സൂറത്തുകളിൽ ഒരൊറ്റ വിഷയമേ ഉണ്ടാവൂ. മറ്റു ചിലവയിലാവട്ടെ വ്യത്യസ്ത വിഷയങ്ങൾ സമ്മിശ്രമായാണ് കാണപ്പെടുന്നത്. അള്ളാഹു ഉദ്ദേശിച്ച വചനങ്ങളെ അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ വിന്യസിച്ച് കൃത്യമായ ഒരു അതിർത്തിക്കകത്താക്കിയപ്പോൾ അത് സൂറത്ത് ആയിത്തീർന്നു. നിശ്ചയിക്കപ്പെട്ട അതിർത്തിക്കകത്ത് നിരന്നു നിൽക്കുന്ന ആശയസമൃദ്ധമായ ആയത്തുകൾക്കുള്ള മതിൽക്കെട്ടാണ് സൂറത്ത്. സൂറത്തുകൾക്കകത്ത് ആയത്തുകൾ എങ്ങനെ വിന്യസിക്കണമെന്നും ഖുർആനിൽ സൂറത്തുകൾ എങ്ങനെ വിന്യസിക്കണമെന്നും തീരുമാനിച്ചത് അള്ളാഹുവാണ്. ഖുർആനിൻ്റെ പാരായണ രീതി നിർണയിക്കുകയും ക്രോഡീകരണം നിർവഹിക്കുകയും എല്ലാം ചെയ്യുന്നത് അള്ളാഹുവാണെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് 75-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള സൂക്തങ്ങളിലൂടെ.
ഖുർആനിലെ സൂറത്തുകളിൽ ഏതിനെങ്കിലും തുല്യമായ രചന നടത്താനാണ് വെല്ലുവിളി. മക്കയിൽ നടത്തിയ വെല്ലുവിളിയുടെ ആവർത്തനമാണ് ഇതെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹം നിർമ്മിച്ചുണ്ടാക്കിയതാണ് അതെന്നാണോ അവർ പറയുന്നത്? പറയുക എങ്കിൽ അതേപോലെയുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹു ഒഴിച്ച് നിങ്ങൾക്കാവുന്നവരെ എല്ലാം നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. 10-ാം അധ്യായം 38-ാം സൂക്തം. അവിടെ സഹായത്തിന് വിളിക്കാൻ പറഞ്ഞത് കഴിയാവുന്നവരെ മുഴുവനുമാണ്. വദ്ഉ മനിസ്തതഅ്തും. സൂറത്തുൽ ബഖറയിലാവട്ടെ സഹായികളെ അല്ല, സാക്ഷികളെയാണ് വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വദ്ഉ ശുഹദാഅക്കും. ഷഹീദിന്റെ ബഹുവചനമായ ശുഹദാഇനർത്ഥം സാക്ഷികൾ എന്നാണ്. സഹായികൾ എന്ന അർത്ഥത്തിലും ഇത് പ്രയോഗിക്കാറുണ്ട്. സഹായികളെ വിളിക്കാൻ പറഞ്ഞ സൂറത്ത് യൂനുസിലെ വെല്ലുവിളിയെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണിവിടെ. മക്കയിൽ നിന്നുള്ള ഖുർആനിന്റെ വെല്ലുവിളിയെ തോൽപ്പിക്കാനായി മക്കയിലെ സാഹിത്യ തമ്പുരാക്കന്മാർ എഴുതിയുണ്ടാക്കിയ ചില രചനകളുണ്ടായിരുന്നു. അവയെല്ലാം മറ്റുള്ളവരുടെ പരിശോധനയിൽ ഖുർആനിന്റെ 8 അയലത്ത് നിർത്താൻ പോലും അർഹമല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർ തന്നെ പ്രസ്തുത ഉദ്യമം നിർത്തിവെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഇനിയും നിങ്ങൾക്ക് സൂറത്തുകൾ കൊണ്ടുവരാം, സാഹിത്യമറിയാവുന്ന അല്ലാഹുവല്ലാതെയുള്ള സാക്ഷികൾ ആരെയും നിങ്ങൾക്ക് ഹാജരാക്കാം. അവർ പറയട്ടെ ഇത് ഖുർആനിന് തുല്യമാണെന്ന്. ഇല്ല, മനുഷ്യ സൃഷ്ടികൾ ഒന്നും തന്നെ ഖുർആനിന് തുല്യമാണെന്ന് പറയാൻ അറബി അറിയാവുന്ന ആരും സന്നദ്ധമാവില്ല. സ്വഹാബിമാരുടെ കാലത്ത് തന്നെ ഖുർആനിക വെല്ലുവിളിക്ക് മറുപടി നൽകാനെന്ന പേരിൽ രചിക്കപ്പെട്ട മുസൈലിമയുടെ ആനസൂറത്ത് കൊള്ളരുതാത്തതാണെന്ന് പറഞ്ഞ് തിരസ്കരിച്ചത് സമകാലികരായ സാഹിത്യകാരന്മാരാണ്. ഖുർആനിന് സമാനമായ സൂറത്തുണ്ടാക്കാൻ ശ്രമിച്ച 8-ാം നൂറ്റാണ്ടുകാരനായ പേർഷ്യക്കാരൻ ഇബ്നു മുഖഫ തന്റെ ശ്രമത്തിൽ പരാജയപ്പെട്ട് അവസാനം മുസ്ലിമായാണ് മരണപ്പെട്ടത്. ഷിയ വിശ്വാസം പ്രചരിപ്പിക്കാനായി നിർമ്മിക്കപ്പെട്ട സൂറത്തുൽ വിലായ, സൂറത്തുൽ നൂറൈൻ എന്നിവ ഖുർആനിന്റെ സാഹിത്യ ഗരിമയുടെ അയലത്ത് പോലും നിൽക്കാൻ അർഹമല്ലാത്തതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഷിയ പണ്ഡിതന്മാർ തന്നെയാണ്. മിഷനറിമാരും നാസ്തികരും ഉണ്ടാക്കിയ ഖുർആനിന് തുല്യമായ സൂറത്തുകൾ അവരിൽപ്പെട്ട വിവരമുള്ളവർ തന്നെ തിരസ്കരിച്ചതിന് വർത്തമാനകാലവും സാക്ഷിയാണ്. ഖുർആനിന് തുല്യമെന്ന പേരിൽ നിർമ്മിക്കപ്പെടുന്ന രചനകളൊന്നും തന്നെ കൊള്ളാവുന്നവയല്ലെന്ന് ആ രംഗത്ത് വിവരമുള്ളവർ തന്നെ സാക്ഷ്യം വഹിക്കും, തീർച്ച.